ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പം ഞങ്ങൾ പാലക്കാടുള്ള കാഞ്ഞിരപ്പുഴ ഡാം കാണാൻ പോയി. അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗ് കാണാം. അപ്പോൾ ഒരു ഫാമിലി പിക്നിക്കിനും നേച്ചർ ലവേഴ്സിനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ കാഞ്ഞിരപ്പുഴ ഡാം. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ നല്ലൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഐ ക്യാൻ ടെൽ യു ദിസ് ക്യാൻ ബി ആൻ ഓപ്ഷൻ. ഇതിൻ്റെ മുകളിലെത്തിയാൽ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഈ ഡാം പണിയാനുണ്ടായിരുന്ന മെയിൻ പേർപ്പസ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇറിഗേഷൻ, മത്സ്യകൃഷി, പിന്നെ കുടിവെള്ള വിതരണം, ഇതൊക്കെയാണ്. ഇതിനൊക്കെ വേണ്ടിയിട്ട് 1961 ഈ ഡാമിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 59 മീറ്റർ ഹൈറ്റുള്ള ഈ ഡാമിൻ്റെ വർക്ക് ഫിനിഷ് ആയത് ഒരു 20 വർഷങ്ങൾക്ക് ശേഷമാണ്, അതായത് 1980. പക്ഷേ ഈ ഡാം ഒഫീഷ്യലി ഓപ്പൺ ചെയ്യുന്നത് 1995 അന്ന് മുതൽ മണ്ണാർക്കാട്, ചെർപ്പളശ്ശേരി, പെരിന്തൽമണ്ണ ഈ ഭാഗത്തേക്കൊക്കെയുള്ള വാട്ടർ സപ്ലൈ മെയിനായിട്ട് ഇവിടെ നിന്നാണ്. പാലക്കാട്ടിൽ നിന്ന് എക്സാക്ട്ലി ഒരു 1 hour എടുക്കും നമുക്ക് ഈ ലൊക്കേഷനിലെത്താൻ. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഷട്ടർ ഓപ്പൺ ചെയ്തിരിക്കുന്ന സമയമായിരുന്നു. ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള ആ വ്യൂ നല്ല കിടിലനായിരുന്നു. ഡാമിൻ്റെ താഴെയായിട്ട് നല്ലൊരു ഗാർഡൻ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഗാർഡനാണ്. ഇതാണ് ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള ഗാർഡൻ്റെ വ്യൂ. പിന്നെ കിഡ്സിന് കളിക്കാനുള്ള പ്ലേ ഏരിയയും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മുകളിലത്തെ വ്യൂ ഒക്കെ എൻജോയ് ചെയ്തതിന് ശേഷം നേരെ ഗാർഡനിലേക്ക് പോയി. ഞാനിതിന് മുന്നേയും ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഈ ടൈം വന്നപ്പോഴാണ് ഷട്ടറൊക്കെ ഓപ്പൺ ആയിട്ടുള്ള വ്യൂ എനിക്ക് കാണാൻ പറ്റിയത്. നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ. ഏകദേശം 30 വർഷമായി ഈ ഡാം ഇങ്ങനെ സെർവ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത് അവിടെ കണ്ടൊരു ടണലാണ്. ചിലപ്പോൾ ഈ ഡാമിൻ്റെ ലീക്കും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞങ്ങൾ നേരെ ഗാർഡനിലേക്ക് പോയി. ഇത് കിഡ്സിൻ്റെ പ്ലേ ഏരിയ ആണ്. കിഡ്സിന് വന്നാലും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡനാണ് കേട്ടോ ഇവിടെ. നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇടയ്ക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്ന് ഒരു ചെറിയ പിക്നിക്കൊക്കെ ആവാം. പിന്നെ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ വന്ന ടൈം ആക്ച്വലി ഇവിടെ ഷട്ടർ ഓപ്പൺ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ബോട്ടിംഗ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ലെഫ്റ്റിലോട്ട് ഒരു 1 kilometer പോയാൽ ഡാമിൻ്റെ ഇങ്ങനത്തെ ഒരു വ്യൂ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇതെന്തായാലും ഇവിടെ വരുന്നവർ പോയി കാണണം. നല്ല ഭംഗിയാണ് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടു നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.